ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി എന്നതാണ് CPIM വിലയിരുത്തൽ. അയ്യപ്പ സംഗമം വേണ്ട വിധത്തിൽ ലക്ഷ്യം കണ്ടില്ല. ന്യൂനപക്ഷ വോട്ടുകൾ എതിരായി എന്നും പാർട്ടിക്ക് സംശയമുണ്ട്. ഭരണത്തിനെതിരെയും ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാണ് CPIM വിലയിരുത്തൽ. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഇപ്പോൾ ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറിയൊക്കെ കണക്കുകൾ നിരത്തി ചൂണ്ടിക്കാട്ടിയത് ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ 7-7 എന്ന തരത്തിലേക്ക് വന്നു. രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ജില്ലാ പഞ്ചായത്തിലേക്കാണ്. അപ്പോൾ അവിടെ 7-7 അത് 2010 ഏറ്റവും കൂടുതൽ UDF വിജയമുണ്ടാക്കിയ ആ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ മുകളിൽ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്ത് എന്നതിൻ്റെ ആഴത്തിലുള്ള വിലയിരുത്തലിലേക്ക് പാർട്ടി പോവുകയാണ്. അതിലേറ്റവും പ്രധാനമായി പ്രാഥമികമായി തന്നെ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളതാണോ, ഇപ്പം ന്യൂനപക്ഷ വോട്ടുകളെതിരായി ഭരണവിരുദ്ധ വികാരം, അപ്പോൾ എന്താണ് എന്നതിലേക്കൊക്കെ പാർട്ടി പോവുകയാണ്. നേതൃയോഗങ്ങൾ ചേരുന്നു, CPIM ഒക്കെ. പ്രാഥമിക വിലയിരുത്തൽ എന്താണ്? അനുജ, 2019 യുവതീ പ്രവേശന സമയത്ത് CPM-നുണ്ടായ മുറിവ്, അതിൻ്റെ ആഘാതം ഉണക്കുക എന്ന രീതിയിലായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന ടാഗോടുകൂടി ഭൂരിപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് CPIM ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ NSS-നെ കൂട്ടുപിടിക്കാനായി, ഒപ്പം തന്നെ ഘടകകക്ഷിയേക്കാൾ വലിയ സഹായിയായി SNDP നേതൃത്വം കൂടെ ഉണ്ടായിരുന്നു, ഒക്കെ തന്നെ ഉണ്ടായെങ്കിലും അതൊന്നും വോട്ടായി മാറിയില്ല എന്ന കണക്കൂട്ടിലാണ് CPM-ന് ഇപ്പോഴുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഗോള അയ്യപ്പ സംഗമത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാനും അതിന് ഇടയാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആവർത്തിച്ച് ന്യൂനപക്ഷ വിരുദ്ധമായ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ നിലപാടുകളൊക്കെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാനുള്ള കാരണമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 3 അജണ്ടകളായിരുന്നു CPM-ന് മുന്നിലുണ്ടായിരുന്നത്. ഒന്ന്, മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്തുക. മറ്റൊന്ന്, അകന്നു പോയ ന്യൂനപക്ഷ വോട്ടുകളെ തിരിച്ചു പിടിക്കുക. ഭൂരിപക്ഷ വോട്ടുകൾ, അതായത് ന്യൂനപക്ഷ വോട്ടുകളെയും ഭൂരിപക്ഷ വോട്ടുകളെയും ഒരുപോലെ മുറുകെ പിടിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുകയും വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള കൂട്ടുകെട്ടും കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാൻ ഇടയാക്കി. പക്ഷേ അവിടെ മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താനായില്ല. തുടർച്ചയായി മലപ്പുറം അടക്കമുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഒക്കെ തന്നെ നടത്തുമ്പോഴും സർക്കാർ വെള്ളാപ്പള്ളിക്കൊപ്പം നിന്നത് വലിയ തിരിച്ചടിയായി മാറി എന്ന വിലയിരുത്തലുണ്ടായി. ഒപ്പം തന്നെ ഭൂരിപക്ഷ വോട്ടുകളും പാർട്ടിക്ക് വേണ്ട വിധത്തിലെത്തിയില്ല. പരമ്പരാഗത വോട്ടുകൾ, കൃത്യമായി പാർട്ടിക്ക് ലഭിച്ചിരുന്ന കേഡർ വോട്ടുകളും പരമ്പരാഗത വോട്ടുകളും ലഭിച്ചില്ല. 2010 കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പലയിടങ്ങളിൽ 2010-നേക്കാൾ വലിയ പ്രഹരം പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന കണക്കൂട്ടൽ വന്നിട്ടുണ്ട്. അതിൽ യുവതീ പ്രവേശനം ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളിൽ മുറിവുണക്കാൻ വേണ്ടി നടത്തിയ ആഗോള അയ്യപ്പ സംഘവും അല്ലെങ്കിൽ ശബരിമല വിഷയമൊക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോഴുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള കേസും വലിയ രീതിയിൽ ബാധിച്ചു. അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 നേതാക്കൾ പ്രതിപ്പട്ടികയിൽ വന്നവർ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി തെരഞ്ഞെടുപ്പിന് മുൻപേ എടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. പത്മകുമാറിനും N വാസുവിനെതിരായിട്ടുള്ള ഒരു നടപടി എടുക്കാനായില്ല. അതൊക്കെ തന്നെ തിരിച്ചടിയായെന്ന വിലയിരുത്തലുണ്ട്. നാളെയും മറ്റന്നാളുമായി ഒക്കെ തന്നെ പാർട്ടിയുടെ CPI-യുടെയും CPM-ന്റെയും നേതൃയോഗങ്ങളുണ്ട്. ചൊവ്വാഴ്ചയാണ് LDF-ന്റെ യോഗമുള്ളത്. ഈ യോഗത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ചയുണ്ടാകും. പ്രധാനമായി ഇപ്പോൾ വന്നിട്ടുള്ള, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം MM മണിയുടെ പരാമർശവും പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പരസ്യമായ നേതാക്കൾ MM മണിയെ അങ്ങനെ വിമർശനം നടത്തുന്നില്ലെങ്കിലും പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള പരാമർശം വേണ്ടായിരുന്നു എന്നുള്ള വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനും ഒപ്പം തന്നെ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിക്ക് അനുകൂലമാകും, മുന്നണിക്ക് അനുകൂലമായ ഘടകമായി വോട്ടുകൾ ലഭിക്കുമെന്നുള്ള കണക്കുകൂട്ടലുണ്ടായിരുന്നെങ്കിലും അതൊന്നുമല്ല വാസ്തവത്തിൽ ഉണ്ടായത്. അത്തരം കാര്യങ്ങളൊന്നും പ്രതിഫലിച്ചില്ല. ഏറ്റവും പ്രധാനമായും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാൻ പാടില്ല. എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം, അത് സംബന്ധിച്ചുള്ള പഠനം നടത്തി കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി അത് പരിഹരിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ദുർബലമായി കിടക്കുന്ന UDF പാളയം തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മതനിരപേക്ഷ ശക്തികളെ തന്നെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ അടക്കം BJP കൈപ്പിടിയിലാക്കുന്നു. 50 സീറ്റുകളെന്ന വലിയ ഭൂരിപക്ഷത്തേക്ക്, കേവല ഭൂരിപക്ഷമില്ലെങ്കിലും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത് പാർട്ടി അതീവ ഗൗരവത്തോട് കാണുന്നു. ശബരിമല വിഷയമല്ല ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചതെന്ന് പാർട്ടി, അതായത് സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പരസ്യമായി പറഞ്ഞിരുന്നു. അതായത് പാലക്കാട് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല, പാലക്കാട് നഗരസഭയിൽ. ഒപ്പം തന്നെ നേരത്തെ കയ്യിൽ ഉണ്ടായിരുന്ന
പല നഗരസഭകളും BJPയുടെ നഗരസഭ പന്തളം നഗരസഭയൊക്കെ തന്നെ കൈവിട്ടു പോയി. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയം പ്രതിഫലിച്ചില്ല എന്ന് പരസ്യമായി പറയുന്നുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ ചർച്ച പക്ഷേ പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ അല്ല ഉണ്ടായിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള അത് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെയാണ്. നടപടിയിലേക്ക് പോയില്ല. ഇതിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ N. വാസു ഒക്കെ ഉള്ളപ്പോൾ അവരെ തള്ളിപ്പറയാനോ പത്മകുമാറിനെതിരെ നടപടിയിലേക്ക് പോകാനോ പാർട്ടി തയ്യാറാകാത്തതൊക്കെ തെറ്റായ സന്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം, ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ കൈവിട്ടു പോയത്, ഇതിലൊക്കെ വിശദമായി തന്നെ ആഴത്തിലുള്ള പഠനം, വിലയിരുത്തലുകൾ പാർട്ടിയിൽ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.